നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് ഓൺലൈൻ ബിസിനസ്സുകളാണ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഡെലിവറി ജോലിയുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും നിർബന്ധമായും ചെയ്തു പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു ജോലിയാണ് ഞങ്ങളുടേത്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടും, എന്നാൽ ചില ദിവസങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞതുമായിരിക്കും. ഞങ്ങൾ ഒരുപാട് സ്വപ്നത്തോടു കൂടി തന്നെയാണ് ഈ ഡെലിവറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാന്യമായ കുഴപ്പമില്ലാത്ത ഒരു വരുമാനം ഞങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ചില ദിവസങ്ങളിൽ ഞങ്ങളാകെ തകർന്നു പോകാറുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് ഞങ്ങളുടെ കസ്റ്റമർ തന്നെയാണ്. ചില നേരങ്ങളിൽ ചില കസ്റ്റമറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റം വല്ലാതെ സങ്കടം ഉണ്ടാക്കാറുണ്ട്. ചില സമയങ്ങളിൽ ചില കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു പുഞ്ചിരി പോലും ഞങ്ങൾക്ക് വലിയ ഒരു സന്തോഷം തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ഡെലിവറിക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ടാകാറില്ല. മൂന്നാമത്തെ നാലാമത്തെയോ നിലയിൽ ഒരു 30 കിലോ അല്ലെങ്കിൽ 25 കിലോ ബാഗുമായി കയറി ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാലും ഞങ്ങളത് ചെയ്യാറുണ്ട്. ചില ആളുകൾ നമുക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് തരും, ചില ആളുകൾ അതുപോലും നമുക്ക് തരാറില്ല. ചില ആൾക്കാർക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പുച്ഛമാണ്. ഈ ഡെലിവറി ബോയ് എന്ന് പറയുന്നത് തന്നെ ഒരു പട്ടിപ്പണി പോലെയാണ് ചില ആളുകളുടെ വിചാരം. ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസം വേദനയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇഷ്ടത്തോടു കൂടിയൊന്നുമല്ല ഈ ജോലി ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. കാരണം എത്ര കഠിനമായ വെയിലായാലും കഠിനമായ മഴയായാലും ഞങ്ങൾ അത് കൊള്ളാൻ ബാധ്യസ്ഥരാണ്. ശരീരം മുഴുവനും നനഞ്ഞ് വെള്ളം കയറി തണുത്ത് വിറച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡെലിവറി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 50 കിലോയുടെ അരിച്ചാക്ക് പോലും ഞങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലും സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ കസ്റ്റമർ അതിന് പോലും ഒരു മുഖവില കൊടുക്കാതെ, ഒരു 5 രൂപ പോലും ടിപ്പ് കൊടുക്കാത്തവർ എത്രയോ പേരുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് സങ്കടമില്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലി കൃത്യമായി ഞങ്ങൾ ചെയ്തു പോരുന്നുണ്ട് എന്നൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. പുതിയൊരു അധ്യായമായി അടുത്ത ദിവസം നമുക്ക് കാണാം. എല്ലാവരും സന്തോഷമായി സമാധാനമായിരിക്കുക, നന്നായി ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക. ഓക്കെ.